നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് ഫൺ സഫാരിയിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ് പുതനൂർ. ഇന്ന് നമ്മൾ ഹരി വെട്ടിയാനെയാണ് വീണ്ടും പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന് വ്യത്യസ്തമായൊരു വീഡിയോ ചെയ്യുമോ എന്ന് പല പ്രേക്ഷകരും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം ഓർഡർ അനുസരിച്ച് ചെയ്തൊരു വർക്കാണ് ഇത്. മലയോര പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന നീളമുള്ള വെട്ട് കത്തിയാണ്. അത് വർക്ക് ചെയ്ത ശേഷം അദ്ദേഹം ഓർഡർ തന്ന വ്യക്തിക്ക് പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കാം. നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഉരുക്ക് പ്ലേറ്റ് അദ്ദേഹം കട്ട് ചെയ്തെടുക്കുകയാണ്. അത് അളവിന് അദ്ദേഹം കട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നടത്താൻ പോലെ ശരിക്കും ഉണ്ടല്ലോ, പ്ലേറ്റ് ആണല്ലോ. ഒരു ഒറ്റ പ്ലേറ്റ് നമ്മൾ കണ്ടിട്ട് ബാക്കി പീസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം, വർക്കിലേക്ക് പോകാം. ഇനിയാണ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ? ഇതിപ്പം ഏകദേശം എത്ര മണിക്കൂറത്തെ വർക്ക് കാണും നമുക്ക്? അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ സമയം സാഹചര്യം പോലെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ആണല്ലേ? പ്ലേറ്റിന് പഴുക്കണം. പഴുത്ത് അവൻ്റെ ബെൻഡ് ആദ്യം കാണിച്ചു. അത് ബെൻഡ് നോക്കണം അല്ലേ? ബെൻഡ് നോക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ബെൻഡ് നോക്കിയിട്ടാണ് നമ്മുടെ വർക്കിലേക്ക് പോകുന്നത്. എടുക്കുകയല്ലേ? നമുക്ക് എടുത്ത് വർക്ക് ചെയ്യാം. ബെൻഡ് തോന്നോ? എനിക്ക് കുറച്ച് തോന്നുന്നു. അത് കറക്റ്റ് നമ്മളൊന്ന് ബെൻഡ് നോക്കരുത്, അങ്ങനെ നമ്മുടെ പണിക്ക് ഒരു എളുപ്പമുണ്ടാകും.
പിത്തള ചുറ്റാണല്ലേ? താഴെ നമ്മളൊരു പിത്തള ചുറ്റ് കൊടുക്കുന്നു. പിടിയല് പിടിയുടെ താഴെ വശം അതായത് പിത്തളയാണ്. ഇനി ഇത് വെള്ളിയിട്ട് വിളക്കിയെടുക്കണം. വെള്ളിയിട്ട് വിളക്കണം അല്ലേ? എല്ലാം സമയം എടുക്കുന്ന വർക്കുകളാണല്ലോ ഇതെല്ലാം. ക്ഷമയില്ലെങ്കിൽ ഈ സാധനം കത്തിപ്പോകും. ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? അല്ലെങ്കിൽ ആ പിച്ചളയും ഉരുകിപ്പോവും. പിച്ചള ഉരുകിപ്പോവും അല്ലേ? ഓ ശരി. നല്ലൊരു കണക്കാ. ഒരു കണക്കൂട്ടല്ല. ആ കണക്കൂട്ടിൽ നിന്ന് ചെയ്യണം അല്ലേ? മുറത്തല പഠിപ്പിക്കുമ്പോൾ കറക്റ്റ് കൊണ്ടിരിക്കണം. ഓ ശരി. അല്ലെങ്കിൽ ആ ഗ്യാപ്പിൽ കൂടെ ഉരുകുന്ന വെള്ളി അങ്ങ് വെളിയിൽ പോകും. ഓ ശരി ശരി ശരി. അങ്ങനെ ഇരുമ്പ് ചുറ്റ് വിളക്കാനെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതിന് പിച്ചള അല്ലെങ്കിൽ ചെമ്പ് നമ്മൾ ഉപയോഗിക്കും. പിച്ചളയല്ല ചെമ്പ് ഉപയോഗിക്കും. ഇരുമ്പിൻ്റെ ചുറ്റ് വിളക്കിയെടുക്കാൻ പറ്റും. ആ സമയം പിച്ചള ചുറ്റ് വിളക്കണമെങ്കിൽ അതിനകത്ത് വെള്ളി. പിച്ചള വിളക്കണമെങ്കിൽ വെള്ളിയിട്ടേ പറ്റൂ. ഈ വെള്ളിൻ്റെ ഈ ചെറിയ വെള്ളി പീസ്, ഈ വെള്ളി പീസാണ് നമ്മൾ ഇതിലോട്ട് വെക്കാൻ പോകുന്നത്. ഇതാണ് ഉരുകി ഇനി പിടിക്കാൻ. ആ ഹീറ്റ് കറക്റ്റ് അല്ലെങ്കിൽ വെക്കുന്ന ചെമ്പ് ഉരുകിപ്പോവും, ഈ പിത്തള ഉരുകിപ്പോവും, വെള്ളി ഉരുകിപ്പോവും. അത്ര ശ്രദ്ധയോടെ മെഷർമെന്റ് ചെയ്യണം. ഒരു മെഷർമെന്റിൽ അത്ര ശ്രദ്ധയോടെ ചെയ്യണം. നമ്മളിപ്പോൾ കറക്റ്റ് വിളക്കിയെടുത്തേക്കാം. കറക്റ്റ് വിളക്കി എടുത്തിരിക്കണം അല്ലേ? നമ്മൾ തണുപ്പിച്ച് ഔട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യും. ഞാൻ ആ ഷേപ്പില്ലാത്ത രീതിയിൽ ആദ്യമേ കട്ട് ചെയ്തെടുത്തത്. വിളക്കിയ സാധനം നമ്മൾ അഡ്വാൻസ് ഇട്ട് കട്ട് ചെയ്തിങ്ങി എടുത്തന്നേ ഉള്ളൂ. ഷീറ്റിൻ്റെ സൈഡ് അളവൊന്നും നോക്കിയിട്ടില്ല. ചുറ്റിൻ്റെ വലിപ്പം മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. സൈഡ് എഡ്ജ് ഒന്നും നോക്കിയിട്ടില്ല. ഇത് വിളക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രാഗി കറക്റ്റ് ചെയ്ത് ഷേപ്പിലാക്കി ഇങ്ങനെ എടുക്കുക എന്നുള്ളത്. ഇനി അത് രാഗി കറക്റ്റ് ചെയ്ത് ഷേപ്പാക്കി എടുക്കുക. ഇപ്പം അളവിന് കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്തേക്കുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഷേപ്പൊന്നും എല്ലാം കണ്ണും വെച്ച് എല്ലാം ലൈവാണ്. എല്ലാം കൃത്രിമത്വമില്ല. മാറ്റി വെച്ചൊരു പരിപാടിയില്ല. എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളൂ പ്രേക്ഷകർക്ക് മനസ്സിലാകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനകത്ത് മായമില്ല മന്ത്രമില്ല എന്ന് പഴയ തമാശ പറയുന്ന പോലെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിനകത്ത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ലൈവായിട്ട് കാണിക്കുകയാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക. ഇനി അടുത്ത ഘട്ടമാണ്. ഇനി എന്താണ് അടുത്ത പരിപാടി? ഇനി പിടി ഇറക്കുകയാണ്. ഇനി പിടി ഇറക്കുകയാണല്ലേ? ശരി ശരി ശരി.
ഇനി എന്താ പരിപാടി? ഇനി ഈ പിടി പോകത്തില്ല. ഇപ്പുറത്ത് വന്നിരിക്കുകയാണ് അല്ലേ? ഇപ്പുറത്ത് വന്ന് ഇനി നമ്മൾ ഇതിൻ്റെ വാഷറിട്ട് അടിച്ചു കൂട്ടും. ഓ ശരി ശരി. അടിച്ചു കൂട്ടിയാൽ പിന്നെ അവിടെ നിന്ന് പറിച്ചോണ്ട് പോകത്തില്ല. ഇനി ബാക്കി ടെമ്പറിങ് കാര്യങ്ങൾ, വാത്തലയുടെ പരിപാടികൾ അത്രയേ ഉള്ളൂ. ഇതിനെ ബാലൻസ് ഇതിനെ ഷേപ്പ് ചെയ്യണം. ഫിനിഷിംഗ് വർക്കുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. കോളേജൊക്കെ ഇട്ട് ഉറപ്പിക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ ഉറപ്പിക്കാൻ പോകും. അത്യാവശ്യം നന്നായി നടക്കണം അല്ലേ? അത് നമ്മളെ പോലെയൊക്കെ ഇടുക. നമ്മുടെ സാധനങ്ങൾക്കൊന്നും ആരും കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല. തീർച്ചയായും അതാണ് ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് അടിയാൻ്റെ അടിക്കലോട്ടും പോവാം. നമുക്ക് പൂവിന് ചവിട്ട് ഉറപ്പിക്കാം അല്ലേ? അങ്ങനെ മലയോര പ്രദേശങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പുല്ലരിയാൻ ഉപയോഗിക്കുന്ന പുല്ല് കത്തിയാണിത്. അരിവാളല്ല, ഇത് പുല്ല് കത്തിയാണ്. വലിയ വലിയ കാടുകളൊക്കെ വെട്ടിത്തെളിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത്. ഇത് മലയോര പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ഉള്ളത്. ഏലം കാപ്പി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് യൂസ് കൂടുതലുള്ളത്.
ഓർഡർ അനുസരിച്ച് ചെയ്ത വർക്കായിരുന്നു ഇത്. അദ്ദേഹം അത് ഓർഡർ തന്ന വ്യക്തിക്ക് പാക്ക് ചെയ്ത് കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫിനിഷ് ചെയ്ത വർക്ക് ഓർഡർ അനുസരിച്ചായിരുന്നു. അതിപ്പോൾ പാക്ക് ചെയ്യുകയാണ്. ഇതുകൊണ്ട് ഉത്തരവാദിത്തപൂർവ്വം അദ്ദേഹം വർക്കുകൾ ചെയ്ത് തരുന്നതാണ്. അപ്പം ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അദ്ദേഹം വർക്ക് ചെയ്ത് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള കൊറിയർ അദ്ദേഹം അയച്ചു തരും. അപ്പം ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പം ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.